നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? UCL പവർ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 16 ടീമുകളിൽ 16ാം സ്ഥാനത്ത് അറ്റലാന്റ ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 6-1 വമ്പൻ തോൽവിയാണ് അവർ സ്വന്തം നാട്ടിൽ ബയൺ മ്യൂണിക്കിനോട് ഏറ്റുവാങ്ങിയത്. 5 ഗോളിൻ്റെ കടമുണ്ട്. ഇനിയിപ്പോൾ ഒരു രക്ഷപ്പെടൽ അവർക്കില്ല. ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത അവർക്കാണ് കണക്കാക്കുന്നത്. 16ാം സ്ഥാനത്ത് അവർ. 15ാമത് ടോട്ടനം ഹോട്ട്സ്പർ. ടോട്ടനമിന് പണി കൊടുത്തത് അവരുടെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മികവും എല്ലാം കൂടി ചേർത്താണ് 5-2 അവർ തോറ്റത്. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 5-2 തോറ്റു. ഇനി രണ്ടാം പാദത്തിൽ അത് മാറ്റിമറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിലെ അവസ്ഥയിൽ സാധ്യത വളരെ കുറവാണ്. അവർ 15ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CP. പണി കൊടുത്തത് വമ്പന്മാർക്ക് പണി കൊടുക്കുന്നത് സ്ഥിരം പരിപാടിയാക്കിയ ബോഡോ ഗ്ലിംറ്റാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് നോർവീജിയൻ ക്ലബ്ബ് വിജയിച്ച് കയറിയത്. മാഞ്ചസ്റ്റർ സിറ്റിയെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെയും ഇന്റർ മിലാനെ 2 വട്ടവും പരാജയപ്പെടുത്തിയ ബോഡോക്കെതിരെ സ്പോർട്ടിങ്ങിന് രണ്ടാം പാദത്തിൽ ഈ 3 ഗോള് കടം തിരികെ കൊടുത്ത് ജയിച്ച് കയറാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമാണ്. അപ്പോൾ ഒരു 14ാം സ്ഥാനത്താണ് വരുന്നത്. 13ാമത് ബയർ ലെവർക്യൂസനാണ്. ബയർ ലെവർക്യൂസൻ തീർച്ചയായിട്ടും അവർ 1-1 സമനില പിടിച്ചിട്ടുണ്ട് ആഴ്സണലിനോട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ടാം പാദ മത്സരം നടക്കുന്നത് ആഴ്സണലിൻ്റെ മൈതാനത്തായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. പ്രീമിയർ ലീഗ് ലീഡേഴ്സ് മുന്നോട്ട് കയറാൻ തന്നെയാണ് സാധ്യത. 12ാമതാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. ശരിയാണ്, ബാഴ്സയ്ക്കെതിരെ അവർ സമനിലയൊക്കെ പിടിച്ചിട്ടുണ്ട് ആദ്യ പാദത്തിൽ. പക്ഷേ രണ്ടാം പാദം അങ്ങ് ക്യാമ്പ് നൗവിലാണ്, സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിലാണ്. ഒരിക്കലും അത് എളുപ്പമായിരിക്കില്ല. ന്യൂകാസിൽ പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ്. അവർ 12ാമത് വരുമ്പോൾ 11ാം സ്ഥാനത്താണ് ചെൽസി വരുന്നത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നല്ല പണിയാണ് അവർക്ക് ഇപ്പോൾ PSG കൊടുത്തിരിക്കുന്നത്. ആ കടം വീട്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായാലും റോസ്നിയറിൻ്റെ ടീമിൻ്റെ സാധ്യത എല്ലാവരും വളരെ കുറവായിട്ടാണ് കാണുന്നത്. 10ാമത് ഗാലറ്റസറായി ലിവർപൂളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. എന്നാൽ ആൻഫീൽഡിൽ ഈ ഒറ്റ ഗോളിൻ്റെ ലീഡും വെച്ചിട്ട് പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. സാധ്യത കുറവാണ്. 10ാം സ്ഥാനത്ത് അവർ വരുമ്പോൾ 9ാം സ്ഥാനത്ത് ബോഡോ ഗ്ലിംറ്റ്. ഡ്രീം റണ്ണാണ് ബോഡോ നടത്തുന്നത്. പക്ഷേ ബോഡോ ക്വാർട്ടറിലൊക്കെ ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് അവർ പോകുമോ എന്നുള്ളത് കണ്ടറിയണം. അതുകൊണ്ട് അവർ 9ാം സ്ഥാനത്ത് വരുമ്പോൾ 8ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തോൽവിയാണ് അവർ റയൽ മാഡ്രിഡിനോട് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത്തിഹാദിൽ അത് മടക്കിയടിച്ച് ജയിച്ച് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് പെപ് ഗാർഡിയോള തന്നെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ 8ാം സ്ഥാനത്താണ് വരുന്നത്. 7ാമത് ലിവർപൂൾ. 1-0 ഡിഫീറ്റാണ് അവർക്കിപ്പോൾ ഇസ്താംബൂളിൽ വെച്ച് സംഭവിച്ചത്. പക്ഷേ തിരികെ വരാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്കിലും കിരീട സാധ്യത കുറവായിട്ടാണ് കണക്കാക്കുന്നത്. 6ാമത് അത്ലറ്റിക്കോ മാഡ്രിഡ്. 5-2 വിജയമാണ് അവർ ടോട്ടനാമിനോട് നേടിയിരുന്നത്. അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. 5ാമത് FC ബാഴ്സലോണ 1-1 സമനിലയാണ് അവർ ന്യൂകാസിൽ യുണൈറ്റഡിനോട് വാങ്ങിയതെങ്കിലും അവരടുത്ത കളി വിജയിച്ച് മുന്നോട്ട് പോകുന്നതന്നെ കരുതാം. ഇത്തവണ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം അവരാണ്. നമ്മുടെ പവർ റാങ്കിൽ അവർ 5ാം സ്ഥാനത്ത് വരുമ്പോൾ 4ാമത് റയൽ മാഡ്രിഡ് എന്നും റയൽ മാഡ്രിഡാണ് ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മാജിക്ക് അവിടെ മാറ്റിവെച്ചിട്ടുണ്ടാവും. സാന്റിയാഗോ ബെർണാബുവിൽ സൂപ്പർ താരങ്ങൾ കിലിയൻ എംബാപ്പയും ബെല്ലിംഗാമും റോഡ്രിഗോയും ഒന്നുമില്ലാതെ ഇറങ്ങിയപ്പോൾ ഹാട്രിക്കാണ് ഫെഡെ വാൽവെർദെയുടെ വക. സോ അവർ ഇത്തവണയും കിരീട സാധ്യതയുള്ളവരുടെ കൂട്ടത്തിലാണ്. പാരീസ് സെന്റ് ജർമ്മൻ 3ാം സ്ഥാനത്ത്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള PSG ഇത്തവണയും വലിയ സാധ്യത കണക്കാക്കുന്നു. 5-2 വിജയമാണ് അവർ റൗണ്ട് ഓഫ് 16 നേടിയിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് എത്ര ദൂരം തലം കിരീട സാധ്യത പലരും കണക്കാക്കുന്നു. 2ാമതാണ് ആഴ്സണൽ. 1-1 സമനിലയാണ് ബയർ ലെവർക്യൂസനോട്. നോക്കണ്ട, 2ാം പാദത്തിൽ ആഴ്സണൽ സ്വന്തം മൈതാനത്ത് വിജയിച്ച് കയറും. അവിടെ നിന്ന് ഫൈനൽ വരെ എത്തും. കിരീടം ചൂടുമെന്നൊക്കെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഇപ്പോൾ കിരീട സാധ്യതയിൽ 2ാം സ്ഥാനത്ത് ആഴ്സണൽ. 1ാമത് ബയൺ മ്യൂണിക്കാണ്. എന്തൊരു ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 6-1 അവർ ഇപ്പം കഴിഞ്ഞ കളിയിൽ വിജയിച്ച് കയറിയിട്ടുള്ള കാര്യം കൂടി നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ബയേണിൻ്റെ ക്വാർട്ടർ ഫൈനൽ കാര്യം ഉറപ്പാണ്. അവരവിടെ നിന്ന് കുതിച്ച് ഫൈനലിലെത്തി കിരീടം ചൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് പവർ റാങ്കിൽ 1ാമത് ബയൺ മ്യൂണിക്ക്. വളരെ പെട്ടെന്ന് ആദ്യത്തെ 5 സ്ഥാനം പറയാം. 1 ബയൺ മ്യൂണിക്ക്, 2 ആഴ്സണൽ, 3 പാരീസ് സെന്റ് ജർമ്മൻ, 4 റയൽ മാഡ്രിഡ്, 5 FC ബാഴ്സലോണ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.